ഇപ്പൊ എണ്ണയും പിണ്ണാക്കും വേറെ ആയേനെ. അയ്യോ മതി എണ്ണതേപ്പ. അമ്മാവൻ ഇവിടെ കിടന്ന് എന്താ കാണിക്കുവാ? നിനക്ക് കണ്ണു കാണാൻ പാടില്ലടാ, ഞാൻ കസർത്ത് കാണിക്കുവാ. കസർത്ത് കാണിക്കുവാന്നോ? ഇങ്ങനെ എണ്ണ തേച്ച് ഇവിടെ കിടന്ന് പൊളഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ മുഷ എന്ന് പറഞ്ഞിട്ട് വല്ല പരുന്തിന് റാഞ്ചിക്കോട്ട് പോകും. തറവാടിന് നാണക്കേടാന്ന് ഓർത്തോണം. ഓ എന്താ മാലപ്പടക്കം പെട്ടുന്നു? മാലപ്പടക്കം അല്ല, എന്റെ നട്ടലിലെ കശേരുക്കൾ വിടർന്നതാ. അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ? ഇല്ലടാ, സ്ഥലം മാറ്റം കിട്ടി. ഇപ്പൊ കണ്ണൂരാ. ഓടുന്നു. അയ്യോ എടാ മോനെ, അമ്മാവന്റെ ഈ കാലിന്റെ മുട്ടൊന്നും പഴയതുപോലെ നൂക്കാനും മടക്കാനും പറ്റുന്നില്ലടാ. നമുക്ക് ഈ ഗോപാലനാശാരിയെ വിളിച്ചിട്ടെ ആ ചിരട്ട മാറ്റിട്ട് ഒരു വിജാഗിരി പിടിപ്പിച്ചാലോ? പോടാ അവിടുന്ന്. നീ അങ്ങനെ പറയും? എടാ എത്ര നാളും കൊണ്ട് പറയുവാടാ എന്റെ മൂത്ര തടസ്സത്തിന്റെ കാര്യം. അങ്ങനെ പ്ലംബിങ്ങും അറിയാം. ഇടതു മാറി വലതു മാറി, ഇടതു മാറി വലതു മാറി. ഇല്ല, വല്ല ആവശ്യമുണ്ടോ? എന്തുവാ? അതെടുത്ത് ഊരി തിരിച്ചിട്ടാ പോരായോ? നിക്കണ്ട കാലം മാറിയ കാര്യമല്ല. എടാ നീ എന്നെ കളിയാക്കുന്നതൊക്കെ കൊള്ളാം കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ ഈ പുത്തമ്പറമ്പിൽ പ്രഭാകരൻ, അതായത് നാട്ടുകാരുടെ PP. നാട്ടുകാരുടെ PP-യോ? എടാ PP എന്നല്ലേ എന്നെ എല്ലാരും വിളിക്കുന്നത്. ഞാൻ 18 കളരിക്ക് അധിപനായിരുന്നു പണ്ട്. ഇങ്ങനെ കള്ളം പറഞ്ഞാൽ കണ്ണ് നോക്കി അറിയാൻ പറ്റും. ആനക്കറിയോ? അറിയാം. ചുമ്മാതാ, കണ്ണ് നോക്കിയാലൊന്നും കള്ളം അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂളിംഗ് ഗ്ലാസ് വെച്ച് വലിയൊരു കള്ളം വരുന്നുണ്ട്. എടാ സത്യമാ പറയാൻ പോകുന്നത്. എന്താ? എടാ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പം 10 പട്ടാളക്കാരും തോക്കും കൊണ്ട് തന്നെ അങ്ങ് വളഞ്ഞു. അവിടെ പിടിച്ചു നിന്നു ഈ PP. ഇതൊക്കെ നാണമില്ലായിരുന്നു? എന്തിന്? ഈ പോലീസുകാർ തോക്കും ചൂണ്ടി നിന്നപ്പോ നടുക്ക് PP പിടിച്ചിരിക്കാൻ. തട്ടപ്പൂ. എടാ സത്യമാ പറഞ്ഞെന്ന്. സത്യോ? കൂടുതൽ തന്നെ കളിയാക്കരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞ. അയ്യോ ഭൂമി ചവിട്ടുമ്പോ രോമാഞ്ചം കൊള്ളുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഇന്നും കുളിക്കത്തില്ല, എണ്ണ തേച്ചിട്ട് കുളിക്കാൻ പോവല്ലയോ? ഈ പുല്ലെന്നെ പറത്തിക്കൊണ്ടിപ്പോ പോയൂടാ. ഞാനേ ഒരു സന്തോഷമുള്ള കാര്യം നിന്നോട് പറയാൻ പോവുകയാണ്. ഇന്നും കുളിക്കത്തില്ലെന്നല്ലയോ? അല്ലെന്ന്. എടാ ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളൊന്നും പറഞ്ഞിരിക്കുവല്ലയോ. ഇതിനിടയ്ക്ക് ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അല്ലെന്നും. എടാ കാലം വന്ന് എന്നെ കൊണ്ടുപോകാറായില്ലേ? അതുകൊണ്ട് നീ ഒരു വേലി കെട്ടണം. കാലനും പോത്തും കയറി വരാതിരിക്കാനാണ് ഞാൻ വേലി കെട്ടണമെന്ന് പറഞ്ഞു. വേലി അല്ലട ഇറക്ക, വേലി കല്യാണം കഴിക്കണമെന്ന്. ഞാനിത് അമ്മാവനോട് പറയാനിരിക്കുവായിരുന്നു. ഒരൊറ്റ അടി അങ്ങോട്ട് തന്നാണ്ടല്ലോ. എടാ എഴുന്നേറ്റിരിക്കാൻ ആവതില്ല, ഡൈക്ക് പോലും വേണ്ട. ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തോ കാണിക്കാനാ?